ഇന്നിപ്പോ എന്റെ കയ്യില് ചിലപ്പോ 0 ബാലൻസ് ആയിരിക്കും, നാളെ എന്റെ കയ്യിൽ കോടികളായിരിക്കും. മോളെ ഇങ്ങ വാ. എന്റെ മോള് ഡിഗ്രിയാണടാ, ഡിഗ്രി. നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സാണ്. അപ്പം പല സമയങ്ങളിൽ ബിസിനസ്സുകാരെല്ലാവരും അങ്ങനെയാണ്. എപ്പോഴും നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരിക്കണം എന്നില്ല. അതൊക്കെ നമുക്ക് ഉഷാറാക്കാല്ലേ. ഇതെല്ലാം റോളിങ്ങും അങ്ങോട്ട് ഫിനാൻസ് മാനേജ്മെന്റ് ആണല്ലോ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര കഷ്ടപ്പെട്ട ഇല്ലാത്ത കാശുണ്ടാക്കി ഞാൻ വാങ്ങിച്ചോണ്ടെന്നറിയോ? അത് വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ അറിയാവുന്ന ആളാണ് ഞാൻ. എന്ത് ചെയ്താലും വെയിറ്റില്ല. പിന്നെ ഞാൻ ചെറുപ്പത്തിലെ പല സാഹചര്യങ്ങളിൽ ജീവിച്ച ആളായതുകൊണ്ട് എവിടെ കൊണ്ടിട്ടാലും ജീവിക്കും. വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഏത് സാഹചര്യത്തിലും ഈ പൂച്ച പോലെ 4 കാലേ വീഴും എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ പട്ടിണി കിടന്നാണേലും അങ്ങനെയും നിൽക്കും. നാട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാം, നിന്റെ പുരയിടം മുഴുവനും തൂറി നാറ്റിക്കും. അതല്ല, എനിക്ക് ഒരു ദിവസം ലക്ഷങ്ങൾ ചെലവാക്കി ജീവിക്കണമെങ്കിൽ അങ്ങനെയും ഞാൻ നിൽക്കും. അയ്യോ, അത് ഞാൻ അറിഞ്ഞു. 2 സാഹചര്യത്തിലും ഈ ഒരുപോലെ ജീവിക്കാൻ എനിക്കറിയാം, ഒരു കുഴപ്പമില്ല. നീ ഇത് തൽക്കാലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. ഭാര്യ അമ്മയാണ്, കുട്ടികളുടെ ഒരു നിർമ്മാതാവാണ്, ഒരു നടിയാണ്, ആക്ട്രസ്, അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി ചേർന്നിട്ടൊരു സാന്ദ്ര തോമസിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ഭയങ്കര അഭിമാനമാണ് എനിക്ക്, എന്നെ കുറിച്ച് ഭയങ്കര അഭിമാനമുണ്ട്. ഞാൻ ജനിച്ചപ്പോ തൊട്ട് കള്ളത്തിലേ പറഞ്ഞിട്ടുള്ളൂ, അതറിയാലോ. അത് നടിയായതുകൊണ്ടും നിർമ്മാതാവായതുകൊണ്ടും മാത്രല്ല, ഐ എം എ പ്രൗഡ് മദർ. ഞാനൊരു സൂപ്പർ മോം ആണെന്നുള്ളൊരു കാര്യം. അപ്പൊ മൂലം തിരുന്നാൾ വലിയ ക്യാമറാണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ? അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും എന്നിൽ വിശ്വാസം ഉണ്ടാവാതിരുന്നൊരു കാര്യമാണ്, ഞാനൊരു കുട്ടിയെ എങ്ങനെ നോക്കും. സിനിമയാണോ ജീവിതം അല്ലാന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. കാര്യം അതുവരേക്കും കുട്ടികളെ ഒന്നും ഞാനിപ്പോ പിള്ളേരിപ്പം സാധാരണ പെൺകുട്ടികൾക്ക് പിള്ളേരെയൊക്കെ കാണുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടൊരു സ്നേഹവും കൊഞ്ചിക്കലും ഇതൊക്കെ ഉണ്ടല്ലോ. ഓഹോ, അങ്ങനെയാണല്ലേ? ഇത് അങ്ങനെയല്ലേ? ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, അങ്ങനെ അധികം കയറി എടുക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യത്തൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അറിഞ്ഞൂടാ ഇതെങ്ങനെ എടുക്കണം, പിടിഞ്ഞ് വല്ലതും പറ്റിയാലോ, അങ്ങനെയൊക്കെ. പിന്നെ പിള്ളേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അങ്ങനെയൊക്കെ ഉള്ള ഇതുകൊണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഇത് എനിക്ക് കല്യാണം കഴിക്കുന്നോടം വരെയും എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഈ പിള്ളേരെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെ ഇത് നോക്കുക എന്നൊക്കെയുള്ള. പക്ഷെ ഇപ്പൊ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഐ എം എ സൂപ്പർ മോം. പിന്നെ അതുമ്പോ കയറി കിടന്ന് തൂങ്ങിയിട്ട് ഗാന്ധിജി ഒന്നും വന്നിക്കണ്ട. എനിക്ക് പാരന്റിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് ഞാൻ അതിനെക്കുറിച്ചൊരു ബുക്ക് എഴുതിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും. നിങ്ങളൊന്ന് പോയി തന്നെ, ബഹളം വയ്ക്കൊന്നും വേണ്ട. ടെൻഷനാവണ്ട. ഓ